ധനുരാശിയിൽ ജനിച്ച പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃച്ഛികതയല്ല. ഇത് ഒരു സൂചനയാണ്, ഒരു ദൈവിക സൂചന. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇന്ന് നിങ്ങളുടെ പേര് ഉച്ചരിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ ചലിക്കുന്നുണ്ട്. അവ നിങ്ങൾക്കായി ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. ആ അധ്യായം എന്താണ് എന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ശ്രദ്ധിക്കൂ, കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നേരമാണ്. ഒരു കാര്യം ആദ്യം പറയട്ടെ, ധനുരാശിക്കാർ സാധാരണ ആളുകളല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു ലക്ഷ്യത്തോടെയാണ്, ഒരു ദൗത്യത്തോടെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ജ്വലിക്കുന്നുണ്ട്. ആ തീ ഒരിക്കലും അണഞ്ഞു പോകില്ല. എന്നാൽ ചിലപ്പോൾ ജീവിതം നിങ്ങളെ തളർത്തും. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? ചിലപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ പോകുന്നു. ഇന്ന് ആ കണ്ണുനീർ ഒരു അർത്ഥം ഉള്ളതായി മാറാൻ പോകുന്നു. അടുത്ത 15 നാളുകൾ, ഈ കുറഞ്ഞ സമയം, ഈ ദിനങ്ങൾ നിങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവരുന്നു. ഒരു സാധാരണ സമ്മാനമല്ല, ഒരു ജ്യോതിഷ സമ്മാനം. ഗ്രഹങ്ങൾ ഒരുക്കിവെച്ച ഒരു ഭാഗ്യം. ആ ഭാഗ്യം ഏതുനേരവും നിങ്ങളുടെ വാതിൽ മുട്ടാം. ഒരുക്കമുണ്ടോ? മനസ്സ് തുറന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തുറക്കൂ. ഇന്ന് ഈ വീഡിയോ കണ്ടതുതന്നെ ആ ഒരുക്കത്തിന്റെ ആദ്യ പടിയാണ്. ആകാശത്ത് ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു അസാധാരണ ക്രമീകരണത്തിലാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നു. ഗുരുവിന്റെ ദൃഷ്ടി ധനുരാശിയിൽ പതിക്കുമ്പോൾ അത് ഒരു സ്വർണവർഷം പോലെയാണ്. ഓരോ നക്ഷത്രവും, ഓരോ ഗ്രഹവും, ഓരോ ദശയും ഒരുമിച്ച് ഒരു ഗാനം ആലപിക്കുന്നു. ആ ഗാനം ധനുരാശിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഗുരുപെയർച്ചയുടെ ഊർജം ഇപ്പോൾ ശക്തമാണ്. ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജ്ഞാനത്തിന്റെ ഒരു ഒഴുക്ക് കൊണ്ടുവരുന്നു. അറിവ്, ബോധം, ഉൾക്കാഴ്ച, ആഴം. ഇവ നിങ്ങളെ ഇനി ആർക്കും തടുക്കാൻ കഴിയില്ല. ശനി ഭഗവാൻ. ഈ പേര് കേൾക്കുമ്പോൾ പലരും ഭയക്കും. പക്ഷേ ശനി ഒരു ശത്രുവല്ല. ശനി ഒരു ഗുരുവാണ്. ശനി നിങ്ങളെ ചോദ്യം ചെയ്യും. ശനി നിങ്ങളെ പരീക്ഷിക്കും. ശനി നിങ്ങളെ ഒടിക്കാൻ ശ്രമിക്കും. പക്ഷേ ശനിക്ക് ഒരിക്കലും ഒടിക്കാൻ കഴിയില്ല ആ ആളെ, അവൻ അല്ലെങ്കിൽ അവൾ ശനിയുടെ പാഠം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ധനുരാശിക്കാർ ആ പാഠം ഇതിനകം പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങൾ പ്രയാസം സഹിച്ചിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്. ആ ക്ഷമ, ആ കഷ്ടപ്പാട്, ആ കണ്ണുനീർ, ഇതൊന്നും വ്യർത്ഥമായിരുന്നില്ല. ഇന്ന് ശനി ഭഗവാൻ നിങ്ങൾക്ക് ഒരു ഉത്തരം കൊടുക്കാൻ ഒരുങ്ങുന്നു. ആ ഉത്തരം ഒരു ദ്വാരം തുറക്കും. ഒരു പുതിയ വഴി തുറക്കും. ഒരു പുതിയ ജീവിതം ആരംഭിക്കും. രാഹു, കേതു. ഈ 2 ഛായാഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു കർമ്മചലനത്തിലാണ്. ഈ ചലനം ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിക്കും. പഴയ കർമ്മങ്ങൾ, പഴയ ബന്ധങ്ങൾ, പഴയ ആഗ്രഹങ്ങൾ, ഇവ ഒന്നൊന്നായി ഉത്തരം ലഭിക്കും. ചിലതിന് ഒരു വേദനയോടെ ഉത്തരം ലഭിക്കും. ചിലതിന് ഒരു ആനന്ദത്തോടെ ഉത്തരം ലഭിക്കും. രണ്ടും ആവശ്യമാണ്. രണ്ടും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ കർമ്മചലനം ഒരു ശാപമല്ല, ഒരു ശുദ്ധീകരണമാണ്. നിങ്ങൾ ഇനി ഒരു ശുദ്ധ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഗ്രഹദശ, ഗ്രഹസഞ്ചാരം. ഈ 2 ഘടകങ്ങൾ ഒരുമിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് ഒരു അത്ഭുതകരമായ കാലഘട്ടം ഉദിക്കുന്നു. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ശക്തി ഇപ്പോൾ ഈ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു. ആ ശക്തി ഒരു ഗ്രഹസംഗമത്തിലൂടെ പ്രകടമാകുന്നു. ഈ ഒരു ശക്തി നിങ്ങളെ ഒരിക്കലും തനിയെ ഉപേക്ഷിക്കില്ല. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഈ ഒരു ഘട്ടം ഒരിക്കൽ കൂടി ഒരു ജന്മത്തിൽ വരില്ല. ഇത് ഇപ്പോൾ, ഇന്ന്, ഈ ദിവസങ്ങളിൽ. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് നേരിട്ട് പറയട്ടെ. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഏതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിൽ അറിയാം. ആ തീരുമാനം ഒരുപക്ഷേ ഒരു ജോലിക്ക് സംബന്ധിച്ചിരിക്കാം. ഒരുപക്ഷേ ഒരു ബന്ധത്തെക്കുറിച്ചിരിക്കാം. ഒരുപക്ഷേ ഒരു ഭൂമി, ഒരു വീട്, ഒരു പുതിയ സ്ഥലം. ഒരുപക്ഷേ ഒരു പഠനം, ഒരു കോഴ്സ്, ഒരു ജ്ഞാനം. ആ തീരുമാനം ഏതായിരുന്നാലും ഇനി ഭയക്കേണ്ട. ഇനി പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ട. ഗ്രഹങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഈ ഒരു ഘട്ടം, ഈ ഒരു നേരം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജോലി. ഇത് ഒരു വലിയ ചോദ്യമാണ് ധനുരാശിക്കാർക്ക്. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടാകാം. ഒരുപക്ഷേ ഒരു ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷേ ഒരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഈ ആഗ്രഹങ്ങൾ ഒന്നും ദൈവം മറന്നിട്ടില്ല. ഗ്രഹങ്ങൾ ഒന്നും അനാഥമാക്കിയിട്ടില്ല. ഈ അടുത്ത ദിനങ്ങളിൽ ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു വാതിൽ തുറക്കും. ആ ഒരു വാതിൽ ഒരുപക്ഷേ ഒരു ഓഫർ ആയിരിക്കും. ഒരുപക്ഷേ ഒരു ക്ഷണമായിരിക്കും. ഒരുപക്ഷേ ഒരു അവസരമായിരിക്കും. ആ നിമിഷം വരുമ്പോൾ ഭയക്കാതെ ആ വാതിൽ തുറക്കൂ. ആ അവസരം കൈക്കൊള്ളൂ. ഇത് 100% നടക്കാൻ പോകുന്ന ഒന്നാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ദിനങ്ങൾ ഒരു വഴിത്തിരിവ് ആകാൻ പോകുന്നു. ഇത്രയും കാലം നിങ്ങൾ ഒരു കല്ലിനെ ഉരുട്ടിക്കൊണ്ട് ഒരു കുന്ന് കയറിക്കൊണ്ടിരുന്നു. ആ കല്ല് ഇനി ഉരുട്ടേണ്ട. ആ കുന്ന് ഇനി കയറേണ്ട. കാരണം ഈ ദിനങ്ങളിൽ ഗുരുവിന്റെ ശക്തി ഒരു ബ്രഹ്മാസ്ത്രം പോലെ ആഞ്ഞടിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പുതിയ ശ്വാസം ലഭിക്കും. ഒരു പുതിയ ഉത്കർഷം ലഭിക്കും. ഒരു പുതിയ ഉദ്യമം ആരംഭിക്കാൻ ഇനി ഒരു നേരം കൂടി കാത്തിരിക്കേണ്ട. ഇത് ആ നേരമാണ്. പണം, ധനം,
ഈ ഒരു വിഷയം ധനുരാശിക്കാർക്ക് ഒരു ദീർഘശ്വാസമാണ്. ഒരുപക്ഷേ ഒരു കടമുണ്ടാകാം, ഒരുപക്ഷേ ഒരു ആർത്ഥിക ഞെരുക്കമുണ്ടാകാം, ഒരുപക്ഷേ ഒരു നിക്ഷേപം ഉദ്ദേശിക്കുന്നുണ്ടാകാം. ഈ ഒരു ഘട്ടം ഒരു മഹാ ആർത്ഥിക ഉദ്ദീപനം കൊണ്ടുവരുന്നു. ഇത്രയും നാൾ തടഞ്ഞു കിടന്ന ഒരു ഒഴുക്ക് ഇനി ഒഴുകി തുടങ്ങും. ഒരു ഉറവ് പൊട്ടും, ഒരു ധനപ്രവാഹം ആരംഭിക്കും. ഒരു പഴയ കടം ഇനി ആരെങ്കിലും തിരിച്ചു തരും. ഒരുപക്ഷേ ഒരു അനുഗ്രഹം കിട്ടും. ഒരുപക്ഷേ ഒരു ഉദ്ദേശിക്കാത്ത വരുമാനം വരും. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം സൂക്ഷ്മമായി പറയാം. ഈ ദിനങ്ങളിൽ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ കടന്നുവരും. ചിലർ ഒരു ഉപകരണം പോലെ, ചിലർ ഒരു ഗുരു പോലെ, ചിലർ ഒരു ദൂതൻ പോലെ. ആ ആളുകളെ ശ്രദ്ധിക്കൂ, കാരണം അവർ നിങ്ങൾക്ക് ഒരു സന്ദേശം കൊണ്ടുവരുന്നു. ഒരുപക്ഷേ ഒരു വഴി കാണിക്കാൻ, ഒരുപക്ഷേ ഒരു ഓർമ്മ ഉണർത്താൻ, ഒരുപക്ഷേ ഒരു വേദന സൗഖ്യമാക്കാൻ. ആ ആളുകളെ തള്ളിക്കളയരുത്, ആ ആളുകളെ ഉൾക്കൊള്ളൂ. ദൈവം ചിലപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇനി ഞാൻ നിങ്ങളോട് ബന്ധങ്ങളെക്കുറിച്ച് പറയാം. ധനുരാശിക്കാർക്ക് ബന്ധങ്ങൾ ഒരു വലിയ വിഷയമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവർ ഒരുപക്ഷേ നിങ്ങളെ മനസ്സിലാക്കിയില്ലായിരിക്കാം. നിങ്ങൾ വിശ്വസിച്ചവർ ഒരുപക്ഷേ നിങ്ങളെ വഞ്ചിച്ചിരിക്കാം. നിങ്ങൾ കരുതിയ ഒരു ബന്ധം ഒരുപക്ഷേ പൊടുന്നനെ ഉടഞ്ഞു പോയിരിക്കാം. ആ വേദന ഇന്നും ഉള്ളിൽ ഒരു മുറിവ് പോലെ ഇരിക്കുന്നു. ആ മുറിവ് ഇനി ഉണങ്ങാൻ പോകുന്നു. ഈ ഒരു ഘട്ടം, ഈ ഒരു ഗ്രഹ ഊർജം ബന്ധങ്ങളിൽ ഒരു സൗഖ്യം കൊണ്ടുവരുന്നു. പഴയ വേദനകൾ ഒന്നൊന്നായി ഉരുകി ഒഴുകിപ്പോകും. പഴയ ദ്വേഷങ്ങൾ ഒന്നൊന്നായി അലിഞ്ഞ് ഇല്ലാതാകും. ഒരു പുതിയ ആരംഭം വരുന്നു. ഒരു പുതിയ സ്നേഹം വരുന്നു. ആ സ്നേഹം ഒരു ശക്തിയായി നിങ്ങളുടെ ഉള്ളിൽ നിറയും. പ്രണയജീവിതം. ഇത് ഒരു തീർച്ചയില്ലാത്ത ചോദ്യം ആയിരുന്നു ധനുരാശിക്കാർക്ക്. ഒരുപക്ഷേ ഒരു ബന്ധം ഒരു ഉത്തരം ഇല്ലാതെ നിൽക്കുന്നു. ഒരുപക്ഷേ ഒരു പ്രണയം ഒരു ഉത്തരത്തിനായി കാത്തിരിക്കുന്നു. ഒരുപക്ഷേ ഒരു വേർപിരിഞ്ഞ ബന്ധം ഒരിക്കൽ കൂടി ഒരു ഒരുമിക്കലിനായി ആഗ്രഹിക്കുന്നു. ഈ ദിനങ്ങളിൽ ഒരു സ്പഷ്ടത വരും. ആ ബന്ധം ഒരു ദിശ കണ്ടെത്തും. ഒരുപക്ഷേ ആ ഉത്തരം നിങ്ങൾ ആഗ്രഹിച്ചത് ആയിരിക്കും. ഒരുപക്ഷേ ആ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ആയിരിക്കും. എന്നാൽ ഏത് ഉത്തരം ആയിരുന്നാലും അത് ദൈവം തന്ന ഉത്തരമാണ്. ആ ഉത്തരം സ്വീകരിക്കൂ. ദൈവം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രമേ ചെയ്യൂ. ഇത് ഓർക്കൂ. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു ശ്രദ്ധേയ ദിനങ്ങളാണ്. ഇത്രയും നാൾ ഒരു കാരണം ഇല്ലാതെ വൈകിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഇനി ഒരു ഗതി ലഭിക്കും. ഒരു ചർച്ച ആരംഭിക്കും. ഒരു തീരുമാനം ആകും. ഒരു ജോഡി ഒന്നിക്കും. ഈ ഒരു ഗ്രഹ ഊർജം ഒരു ദാമ്പത്യ ഭാഗ്യം കൊണ്ടുവരുന്നു. ഒരുപക്ഷേ ഒരു നല്ല ആലോചന വരും. ഒരുപക്ഷേ ഒരു നല്ല ആൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ഒരുപക്ഷേ ഒരു ദീർഘകാലത്തെ ബന്ധം ഒരു ഔദ്യോഗിക ബന്ധമായി മാറും. ദൈവം ഒരു ഇണയെ ഒരുക്കിവെച്ചിരിക്കുന്നു. ആ ഇണ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്നു. കുടുംബജീവിതം. ഒരു ഭവനത്തിൽ ഒരു ശാന്തി ആവശ്യമാണ്. ഒരുപക്ഷേ ഒരു കുടുംബ കലഹം ഉണ്ടായിരിക്കാം. ഒരുപക്ഷേ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കാം. ഒരുപക്ഷേ ഒരു പ്രിയ ആൾ ഒരു അകൽച്ചയിൽ ആയിരിക്കാം. ഈ ദിനങ്ങൾ ആ ഒരു വനത്തിലേക്ക് ഒരു ശാന്തി കൊണ്ടുവരും. ഒരു ക്ഷമ, ഒരു ഉൾക്കൊള്ളൽ, ഒരു ആശ്ലേഷം. ആ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം കൊടുക്കാൻ ഒരുങ്ങുന്നു. ഒരു ദീർഘനാളത്തെ ഒരു ആഗ്രഹം ഒരു യാഥാർത്ഥ്യമാകും. ഒരു കുടുംബ ഒത്തുചേരൽ, ഒരു കൂടിവരൽ, ഒരു ആനന്ദം. ഇത് ഈ ദിനങ്ങളിൽ നടക്കും. ആരോഗ്യം. ഈ ഒരു വിഷയം ഒരു ധനുരാശിക്കാരൻ ഒരിക്കലും അവഗണിക്കരുത്. ഒരുപക്ഷേ ഒരു ക്ഷീണം ഉണ്ടാകാം. ഒരുപക്ഷേ ഒരു ദേഹബുദ്ധിമുട്ടുണ്ടാകാം. ഒരുപക്ഷേ ഒരു ഉറക്കക്കുറവ് ഉണ്ടാകാം. ഇതൊന്നും ഒരു ഭയപ്പെടേണ്ട കാര്യമല്ല. ഇത് ഒരു ഗ്രഹപരിണാമത്തിന്റെ ഭാഗമാണ്. ശരീരം ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ആ മാറ്റം ഒരു ആരോഗ്യ ഉദ്ദീപനമാണ്. ഈ ദിനങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കൂ. ഒരു ദൈവഭജനം ചെയ്യൂ. ഒരു ക്ഷേത്ര ദർശനം നടത്തൂ. ഒരു ദൈവനാമം ജപിക്കൂ. ആ ദൈവ ഊർജം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഒരു ആരോഗ്യം നിറയ്ക്കും. ആ ആരോഗ്യം ഒരു ദീർഘകാലം നിലനിൽക്കും. വിദ്യാഭ്യാസം. ഇത് ഒരു ധനുരാശിക്കാരന്റെ ഒരു ശ്രേഷ്ഠ ഗുണമാണ്. ജ്ഞാനം, പഠനം, ഉൾക്കാഴ്ച ഇവ ധനുരാശിക്കാരുടെ ഒരു ജന്മഗുണമാണ്. ഗുരുവിന്റെ ഈ ഊർജം ഒരു വിദ്യാഭ്യാസ ഉദ്ദീപനം കൊണ്ടുവരുന്നു. ഒരുപക്ഷേ ഒരു പരീക്ഷ ഒരു ഉജ്ജ്വല ഫലം കൊണ്ടുവരും. ഒരുപക്ഷേ ഒരു ഗവേഷണം ഒരു ഫലം നൽകും. ഒരുപക്ഷേ ഒരു ഉന്നത പഠനത്തിനായി ഒരു അവസരം ലഭിക്കും. പഠിക്കുന്ന കുട്ടികൾ ഇനി ഭയക്കേണ്ട. ഗുരു നിങ്ങൾക്ക് ഒരു ഓർമ്മശക്തി, ഒരു ബോധശക്തി, ഒരു ഗ്രഹണശക്തി കൊടുക്കും. ആ ശക്തിയിൽ നിങ്ങൾ ഒരു ഉന്നതിയിൽ എത്തും. ഈ ദിനങ്ങളിൽ ഒരു ഗ്രന്ഥം വായിക്കൂ. ഒരു ജ്ഞാനം തേടൂ. ഒരു ഗുരുവിനെ കണ്ടെത്തൂ. ആ ഒരു ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദിശ മാറ്റും. വിദേശ അവസരങ്ങൾ. ഈ ഒരു കാര്യം ഒരു ധനുരാശിക്കാരൻ ഒരു വലിയ ആഗ്രഹമാണ്. ഒരുപക്ഷേ ഒരു വിദേശ ജോലി ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷേ ഒരു വിദേശ പഠനം ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷേ ഒരു വിദേശ ബന്ധം ഉണ്ടാകാം. ഈ ദിനങ്ങൾ ആ ആഗ്രഹത്തിന് ഒരു ഊർജം കൊടുക്കും. ഒരു ദ്വാരം തുറക്കും. ഒരു വഴി കാണിക്കും. ഒരുപക്ഷേ ഒരു വിസ ഒരു ഫലം ആകും. ഒരുപക്ഷേ ഒരു ഇന്റർവ്യൂ ഒരു ഉത്തരം നൽകും. ഒരുപക്ഷേ ഒരു ആൾ നിങ്ങൾക്ക് ഒരു വിദേശ ബന്ധം ഒരുക്കിത്തരും. ദൈവം ഒരു വഴി ഒരുക്കിവെച്ചിരിക്കുന്നു.
ആ വഴി ഈ ദിനങ്ങളിൽ ദൃശ്യമാകും. ആധ്യാത്മിക വളർച്ച. ഒരു ധനുരാശിക്കാരന്റെ ഉള്ളിൽ ഒരു ദൈവദാഹം ഉണ്ട്. ഒരു ദൈവദൃഷ്ടിയുണ്ട്. ഈ ദൈവദൃഷ്ടി ഈ ദിനങ്ങളിൽ ഒരു ഉണർവ് ലഭിക്കും. ഒരു ദർശനം ലഭിക്കും. ഒരു ശബ്ദം ഒരു ദിശ കാണിക്കും. ഒരു ക്ഷേത്ര ദർശനം ഒരു ആനന്ദം നൽകും. ഒരു ദൈവനാമജപം ഒരു ശക്തി നൽകും. ഈ ആധ്യാത്മിക ഉണർവ് ഒരു ജ്ഞാനദീപം ആകും. ആ ദീപം നിങ്ങളുടെ ജീവിത ഇരുട്ടിനെ ഒക്കെ തുരത്തും. ആ ദീപം ഒരിക്കലും അണഞ്ഞു പോകില്ല. ദൈവഭക്തി ഒരു ആചരണം മാത്രമല്ല, അത് ഒരു ജീവിതശൈലിയാണ്. ആ ജീവിതശൈലി ഈ ദിനങ്ങളിൽ ഒരു പ്രചോദനം ലഭിക്കും. ഇനി ഞാൻ ഒരു ഗൗരവമായ കാര്യം പറയാം. ഈ ദിനങ്ങളിൽ ചില ഒളിഞ്ഞ അപകടങ്ങൾ ഉണ്ട്. ഒരു ശത്രു ഒരു ഒളിഞ്ഞ ദ്രോഹം ചെയ്യാൻ ശ്രമിക്കും. ഒരു കൂട്ടുകാരൻ ഒരു ഒളിഞ്ഞ വഞ്ചന ചെയ്യാൻ ശ്രമിക്കും. ഒരു ഒളിഞ്ഞ കടം ഒരു ഒളിഞ്ഞ ഭാരം ആകാൻ ശ്രമിക്കും. ഇവ ഒന്നും ഭയക്കേണ്ട. ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ദിനങ്ങളിൽ ഒരു പുതിയ ഒപ്പ് ഇടുന്നതിനു മുൻപ് ഒരു ആലോചന നടത്തൂ. ഒരു പുതിയ ബന്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ഉൾദൃഷ്ടിയോടെ നോക്കൂ. ഒരു പുതിയ ഇടപാട് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ജ്ഞാനമുള്ള ആളോട് ഉപദേശം ചോദിക്കൂ. ദൈവം നിങ്ങളെ ഒരു ദൃഷ്ടി കൊടുത്ത് സംരക്ഷിക്കും. ഇനി ഞാൻ ആ 3 ഘട്ടങ്ങളെക്കുറിച്ച് പറയാം. ആ 3 ഘട്ടങ്ങൾ. ഈ അടുത്ത ദിനങ്ങളിൽ 7 നാൾക്കുള്ളിൽ ഒരു വലിയ 3 ഘടനകൾ നടക്കാൻ പോകുന്നു. ഒന്നാം ഘട്ടം. ഒരു ഫോൺ വരും. ഒരു സന്ദേശം വരും. ഒരു ആൾ നിങ്ങളെ ബന്ധപ്പെടും. ആ ബന്ധം ഒരു ദൈവിക ബന്ധം ആകും. ആ ബന്ധം ഒരു വഴിത്തിരിവ് ആകും. ആ ഒരു ഫോൺ, ആ ഒരു സന്ദേശം, ആ ഒരു ആൾ, ഇവ ഒന്നും യാദൃച്ഛികമല്ല. ഇവ ദൈവം ഒരുക്കിവെച്ചതാണ്. ആ ദൈവ ഒരുക്കൽ ഒരു ഫലം ആകും. ഒരു ജീവിതദ്വാരം തുറക്കും. രണ്ടാം ഘട്ടം. ഒരു ആർത്ഥിക ചലനം ഉണ്ടാകും. ഒരു ഉദ്ദേശിക്കാത്ത ഒരു ധന ഒഴുക്ക് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ശമ്പളം ഒരു ഉയർച്ചയിൽ ആകും. ഒരുപക്ഷേ ഒരു പഴയ കടം ഒരു ആൾ തിരിച്ചു നൽകും. ഒരുപക്ഷേ ഒരു ഉദ്ദേശിക്കാത്ത ഒരു ഇടം ഒരു ആർത്ഥിക ലഭ്യം ഉണ്ടാകും. ആ ആർത്ഥിക ഉദ്ദീപനം ഒരു ഒഴുക്കിന്റെ ആരംഭമാണ്. ആ ഒഴുക്ക് ദൈർഘ്യമേറിയ ഒഴുക്ക് ആകും. ആ ഒഴുക്ക് ഒരിക്കൽ ആരംഭിച്ചാൽ ഒരിക്കലും തടഞ്ഞു നിൽക്കില്ല. മൂന്നാം ഘട്ടം. ഒരു ഉണർവ് ഉണ്ടാകും. ഒരു ദൈവദർശനം ഉണ്ടാകും. ഒരു ഒളിഞ്ഞ ആഗ്രഹം ഒരു ദൈവ ഉത്തരം ലഭിക്കും. ഒരുപക്ഷേ ഒരു ഉറക്കത്തിൽ ഒരു ദർശനം ഉണ്ടാകാം. ഒരുപക്ഷേ ഒരു ക്ഷേത്രത്തിൽ ഒരു ദൈവ ഊർജം ഒരു ആനന്ദം ഉണ്ടാകാം. ഒരുപക്ഷേ ഒരു ദൈവഭജനത്തിൽ ഒരു ഉണർവ് ഉണ്ടാകാം. ആ ദൈവദർശനം, ആ ഉണർവ് ഒരു ജ്ഞാനദീപം ആകും. ആ ജ്ഞാനദീപം ഒരു ജീവിതദ്വാരം തുറക്കും. ഇനി ഒരു ഉപചാരം. ഒരു ദോഷപരിഹാരം. ഈ ദിനങ്ങളിൽ ഒരു ദൈവഭജനം ചെയ്യൂ. ഒരു ഗുരുദൈവ ദർശനം നടത്തൂ. ഒരു ഒഴുക്കുള്ള ഒരു നദിയുടെ ഒരു കരയിൽ ഒരു ദൈവദ്യോതനം ചെയ്യൂ. ഒരു ഹരിഭജനം ചെയ്യൂ. ഒരു ദൈവദ്യോതനത്തിൽ ഒരു ദീപം ഒരു ഒഴുക്കുള്ള ഒരു ജലത്തിൽ ഒഴുക്കൂ. ആ ദീപം ഒരു ദൈവദൂതനാകും. ആ ദൈവദൂതൻ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഒരുക്കും. ആ ഭാഗ്യം ഒരു ദീർഘകാലം നിലനിൽക്കും. ഒരു ദൈവദ്യോതനത്തിൽ ഒരു ഹരിഭജനം ചെയ്ത് ഒരു ഭഗവത് ദർശനം നടത്തൂ. ആ ഭഗവത് ദർശനം ഒരു ഉൾശക്തി നൽകും. ആ ഉൾശക്തി ഒരു ജീവിതദ്വാരം തുറക്കും. ഈ ദിനങ്ങളിൽ ഒരു ദൈവഭക്തിയോടെ ഒരു ഹരിനാമം ജപിക്കൂ. ഒരു ഭഗവത് ദർശനം നടത്തൂ. ഒരു ഗുരു ഭഗവത് ദർശനം നടത്തൂ. ആ ഭഗവത് ദർശനം ഒരു ആനന്ദം നൽകും. ആ ആനന്ദം ഒരു ദൈവ ഊർജമാകും. ആ ദൈവ ഊർജം ഒരു ജീവിതദ്വാരം തുറക്കും. ആ ജീവിതദ്വാരം ഒരു ഭാഗ്യദ്വാരം ആകും. ആ ഭാഗ്യദ്വാരം ഒരു ദൈവദ്വാരം ആകും. ആ ദൈവദ്വാരം ഒരിക്കലും അടഞ്ഞു പോകില്ല. ഇനി ഒരു വലിയ കാര്യം. ഒരു ഗൗരവ കാര്യം. ഇനി വരുന്ന ദിനങ്ങളിൽ ഒരു ദൈവദ്യോതനം ഉണ്ടാകും. ഒരു ഗ്രഹദ്യോതനം ഉണ്ടാകും. ഒരു ദൈവ ഊർജ ഒഴുക്ക് ഉണ്ടാകും. ആ ഒരു ദൈവ ഊർജ ഒഴുക്ക് ഒരു ജീവിതദ്വാരം തുറക്കും. ഒരു ഭാഗ്യദ്വാരം തുറക്കും. ഒരു ദൈവദ്വാരം തുറക്കും. ധനുരാശിക്കാർ ഈ ദൈവദ്വാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു ദൈവദ്വാരം ഒരിക്കൽ കൂടി ഒരു ജന്മത്തിൽ വരില്ല. ഇത് ഇപ്പോൾ, ഇന്ന്, ഈ ദിനങ്ങളിൽ. പ്രിയ ധനുരാശിക്കാരെ, ഒരു കാര്യം ഓർക്കൂ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഒരുക്കിവെച്ചിരിക്കുന്നു. ആ ഭാഗ്യം ഒരു ദൈവഭാഗ്യമാണ്. ആ ദൈവഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരിക്കലും ഒരു ഒടുക്കം ഉണ്ടാകില്ല. ദൈവം നിങ്ങളെ ഒരു ദൈവദ്വാരത്തിലേക്ക് നയിക്കുന്നു. ആ ദൈവദ്വാരം ഒരു ഭാഗ്യദ്വാരമാണ്. ആ ഭാഗ്യദ്വാരം ഒരു ജീവിതദ്വാരമാണ്. ആ ജീവിതദ്വാരം ഒരിക്കലും അടഞ്ഞു പോകില്ല. ഈ ദിനങ്ങൾ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ ദിനങ്ങൾ ആണ്. ഈ ദിനങ്ങൾ ഒരു ദൈവ ദിനങ്ങൾ ആണ്. ഈ ദിനങ്ങൾ ഒരു ഭാഗ്യദിനങ്ങൾ ആണ്. ഈ ദിനങ്ങൾ ഒരു ജ്ഞാനദിനങ്ങൾ ആണ്. ഒരു ആഗ്രഹം ഉൾക്കൊണ്ട് ഒരു ദൈവദ്യോതനം ചെയ്യൂ. ഒരു ഭഗവത് ദർശനം നടത്തൂ. ഒരു ഹരിഭജനം ചെയ്യൂ. ദൈവം നിങ്ങൾക്ക് ഒരു ഉത്തരം ഒരുക്കിവെച്ചിരിക്കുന്നു. ആ ഉത്തരം ഈ ദിനങ്ങളിൽ ദൃശ്യമാകും. ആ ദൃശ്യം ഒരു ഭാഗ്യദൃശ്യം ആകും. ആ ഭാഗ്യദൃശ്യം ഒരു ജീവിത ദൃശ്യം ആകും. ഒരു വലിയ ആഘോഷം ഒരുങ്ങുന്നു. ഒരു വലിയ ആനന്ദം ഒരുങ്ങുന്നു. ഒരു വലിയ ഭാഗ്യം ഒരുങ്ങുന്നു.
ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഒരുക്കിവച്ചിരിക്കുന്നു. ആ ഒരു ഭാഗ്യം ഒരു ദൈവഭാഗ്യമാണ്. ആ ഒരു ദൈവഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ ഒരു ദൈവഭാഗ്യം ഒരു ദൈവദ്വാരമാണ്. ആ ഒരു ദൈവദ്വാരം ഒരിക്കലും അടഞ്ഞു പോകില്ല. ദൈവം നിങ്ങളെ ഒരു ദൈവദ്വാരത്തിലേക്ക് നയിക്കുന്നു. ആ ഒരു ദൈവദ്വാരം ഒരു ഭാഗ്യദ്വാരമാണ്. ആ ഒരു ഭാഗ്യദ്വാരം ഒരു ജീവിതദ്വാരമാണ്. ആ ഒരു ജീവിതദ്വാരം ഒരിക്കലും അടഞ്ഞു പോകില്ല. ഈ ചാനൽ ഇനിയും ഒരു വലിയ കാര്യം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. ഒരു ദൈവദ്യോതനം, ഒരു ഗ്രഹദ്യോതനം, ഒരു ഭാഗ്യദ്യോതനം. ആ ഒരു ദ്യോതനം ഒരു ദൈവദ്വാരം തുറക്കും. ആ ഒരു ദൈവദ്വാരം ഒരു ഭാഗ്യദ്വാരം ആകും. ആ ഒരു ഭാഗ്യദ്വാരം ഒരിക്കലും അടഞ്ഞു പോകില്ല. ആ ഒരു ദൈവദ്യോതനം ഒരിക്കൽ ദർശിക്കൂ. ഒരു ദൈവ ഊർജം ഒരു ആനന്ദം നൽകും. ആ ഒരു ആനന്ദം ഒരു ദൈവഭാഗ്യം ആകും. ദൈവ ആശീർവാദം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഒരുക്കിവെച്ചിരിക്കുന്നു. ആ ഒരു ഭാഗ്യം ഇനി നിങ്ങളുടെ ആണ്. ആ ഒരു ഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. ദൈവ ആശീർവാദം നിങ്ങൾക്ക് ഒരിക്കലും കുറയാതിരിക്കട്ടെ. ഒരു ദൈവ ഊർജം നിങ്ങൾക്ക് ഒരിക്കലും ഒടുങ്ങാതിരിക്കട്ടെ. ഒരു ഭഗവത് ദർശനം നിങ്ങൾക്ക് ഒരിക്കലും മുടങ്ങാതിരിക്കട്ടെ. ഒരു ദൈവഭക്തി നിങ്ങൾക്ക് ഒരിക്കലും കെടാതിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് ഒരിക്കലും ദൂരമല്ല. ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. ദൈവ ആശീർവാദം നിങ്ങൾക്ക് സദാ ലഭിക്കട്ടെ.